അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നാം പഠിക്കുവാൻ തുടങ്ങുന്നത് 97-ാം സങ്കീർത്തനമാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് 97-ാം സങ്കീർത്തനം. പ്രപഞ്ചം മുഴുവൻ വാഴുന്നവനാണ് ദൈവം എന്ന് 97-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം സകലത്തെയും വാഴുന്നതിനാൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഭൂമി ഘോഷിച്ച് ആനന്ദിക്കട്ടെ, ബഹുദ്വീപുകളും സന്തോഷിക്കട്ടെ എന്ന്. ദൈവം പ്രപഞ്ചത്തെ വാഴുന്നത് മൂലം പ്രപഞ്ചത്തിലെ നക്ഷത്രങ്ങൾ തമ്മിലും ഗ്രഹങ്ങൾ തമ്മിലും കൂട്ടി ഇടികൾ ഒഴിവായി പോകുന്നുണ്ട്. ദൈവം സകലതും സൃഷ്ടിച്ചിരിക്കുന്നത് വളരെ ജ്ഞാനത്തോടെയാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അതിലും ജ്ഞാനത്തോടെയാണ്. 5 വിരലുകൾ ഒരു കൈക്കുണ്ട്, 4 വിരലുകൾ ഒരു ദിശയിലേക്കും പെരുവിരൽ എതിർ ദിശയിലേക്കും ഉണ്ടാക്കിയിരിക്കുന്നു. ഒരു സൂചി താഴെ ഇട്ടതിന് ശേഷം പെരുവിരൽ ഉപയോഗിക്കാതെ സൂചി എടുക്കുവാൻ ശ്രമിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും ദൈവത്തിന് നമ്മോടുള്ള കരുതൽ എത്ര വലുതാണ് എന്ന്. കൈകാലുകളുടെ മടക്കുവാനും നിവർത്തുവാനുമുള്ള കഴിവില്ലാതെ ദൈവം നമ്മെ സൃഷ്ടിച്ചിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എത്രയോ ഭീകരമാകുമായിരുന്നു. കൺപോളയുടെ അത്ഭുത കഴിവ് നാം ചിന്തിച്ചു കാണുമോ? രാത്രിയിലാണെങ്കിലും ഇരുചക്ര വാഹനം ഓടിക്കുന്നവർക്ക് ഹെൽമെറ്റ് ഇല്ലാതെ ഓടിക്കുമ്പോൾ നമ്മുടെ കണ്ണിന് നേരെ വരുന്ന ചെറിയ പ്രാണികളെ നാം കാണുന്നതിന് മുമ്പേ കൺപോള കാണുകയും കണ്ണ് അടയ്ക്കുകയും ചെയ്യുന്നു. കൺപോള ശരിയായ സമയത്ത് നാം പോലും അറിയാതെ അടഞ്ഞത് നിമിത്തം എത്രയോ പ്രാവശ്യം നമ്മുടെ കണ്ണുകൾ സംരക്ഷിക്കപ്പെട്ടു. ആനയുടെ പിൻകാലുകൾ മുന്നോട്ട് മടക്കുവാൻ കഴിയും വിധം ദൈവം സൃഷ്ടിച്ചു. ഭാരമേറിയ അതിൻ്റെ ശരീരം ഉയർത്തുവാൻ പുറകിലെ കാലുകൾക്ക് മുന്നോട്ട് മടക്കുവാനുള്ള കഴിവുണ്ടെങ്കിലേ സാധിക്കൂ എന്ന് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ട് ദൈവം അപ്രകാരം സൃഷ്ടിച്ചു. അതുപോലെ മറ്റനേകം കാര്യങ്ങൾ ഇപ്രകാരം പറയുവാൻ കഴിയും. നമ്മോടുള്ള ദൈവത്തിൻ്റെ കരുതൽ ഒന്ന് ഓർത്തു നോക്കുവാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. പ്രപഞ്ചത്തെ വാഴുന്ന കർത്താവ് എത്ര ശക്തനാണെന്ന് നാം ഓർക്കണം. എന്നാൽ മനുഷ്യൻ്റെ ഹൃദയത്തിൽ വാഴുവാൻ നാം അനുവദിച്ചാൽ മാത്രമേ അവൻ അതിന് തയ്യാറാകൂ. മനുഷ്യനൊഴികെയുള്ള പ്രപഞ്ചത്തിലെ മുഴുവൻ സൃഷ്ടികളും ദൈവത്തെ അനുസരിക്കുകയും ദൈവത്തിൻ്റെ രാജ്യത്വം അഥവാ ഭരണം അംഗീകരിക്കുകയും ചെയ്യുന്നതിനാൽ അവർക്കൊന്നും ഇന്ന് മനുഷ്യൻ നേരിടുന്ന അത്ര പ്രതികൂലങ്ങൾ ഉണ്ടാകാറില്ല എന്ന് വേണം ചിന്തിക്കുവാൻ. എന്നാൽ യേശുവിനെ ഏതെങ്കിലും ഒരു വ്യക്തി തൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കുവാൻ അനുവദിച്ചാൽ ആ വ്യക്തിയുടെ എത്ര വലിയ പ്രതികൂല സാഹചര്യങ്ങളെയും യേശു അനുകൂല സാഹചര്യമാക്കി തീർക്കുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. സമാധാന പ്രഭുവായ കർത്താവായ യേശു ക്രിസ്തുവുമായി ഭക്ഷണം കഴിക്കുമെന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യേശുവുമായി ഉണ്ടാകുന്ന സ്നേഹബന്ധം മൂലം ലഭ്യമാകുന്ന സമാധാനവും സന്തോഷവും പ്രത്യാശയും ധൈര്യവുമാകുന്നു. ഇന്ന് മനുഷ്യൻ നേരിടുന്ന സകല പ്രശ്നങ്ങൾക്കും കാരണം അവരിൽ മറഞ്ഞിരിക്കുന്ന പാപമാണ്. പാപത്തിനെ ബൈബിളിൽ അനുശാസിക്കുന്ന വിധത്തിൽ പാപമോചനം പ്രാപിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ പാപത്തിൻ്റെ കുത്തക മുതലാളിയായ സാത്താന് പ്രവേശിക്കുവാൻ പോലും കഴിയുകയില്ല. അതിന് നാം ചെയ്യേണ്ടത് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കുകയും യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ്. അങ്ങനെയുള്ള ഹൃദയത്തിൽ യേശു ഭരിക്കുവാനായി തുടങ്ങുന്നു. നല്ല കർത്താവും രാജാതി രാജാവുമായ യേശു നമ്മുടെ ഹൃദയത്തിൽ ഭരണം തുടങ്ങിയാൽ നമ്മുടെ ജീവിതം അടുക്കും ചിട്ടയും ഉള്ളതായി തീരുകയും വ്യർത്ഥ കാര്യങ്ങൾക്ക് സമയം ചിലവഴിക്കുകയോ വ്യർത്ഥ വാക്കുകൾ പറയുകയോ വ്യർത്ഥന്മാരോടുകൂടെ ഉല്ലസിക്കുകയോ ചെയ്യാതെ നമ്മുടെ വീണ്ടെടുപ്പുകാരനായ യേശുവുമായി മാത്രം നാം സമയം ചിലവഴിക്കുകയും യേശുവിൻ്റെ സമാധാനം നമ്മിൽ നദി പോലെ ഒഴുകുകയും ചെയ്യും. അപ്പോൾ മാത്രമാണ് 97-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ഘോഷിച്ചാനന്ദിച്ച് സൃഷ്ടാവിനെ മഹത്വപ്പെടുത്തുവാനും ബഹുദ്വീപുകൾ ദൈവസന്നിധിയിൽ സന്തോഷിക്കുന്നത് പോലെ നമുക്ക് സന്തോഷിക്കുവാനും കഴിയുകയുള്ളൂ. ദൈവത്തെക്കാളധികം മറ്റാരെ പ്രസാദിപ്പിച്ചാലും നാം വഞ്ചിക്കപ്പെടും എന്നല്ലാതെ അതുകൊണ്ട് നമുക്ക് ഒരു നന്മയും ഉണ്ടാകണമെന്നില്ല. ഒന്നുകിൽ ദേശത്തിൻ്റെ നന്മ നാം അനുഭവിക്കും, അല്ലെങ്കിൽ സ്വർഗത്തിലെ മന്ന നാം അനുഭവിക്കും. എന്നതുപോലെ തന്നെ ഒന്നുകിൽ മനുഷ്യരുടെ സഹായം നാം പ്രാപിക്കും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സഹായം നാം പ്രാപിക്കും. മനുഷ്യൻ്റെ സഹായം വ്യർത്ഥമത്രേ എന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ ദയ നിരന്തരമാണെന്ന് നാം മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ ദയ അഥവാ സ്നേഹം കല്ലറയ്ക്കപ്പുറത്തേക്ക്
കടന്നു വരുന്നതാണെന്ന് നാം ഓർക്കണം. ആകയാൽ യേശു കർത്താവ് നമ്മുടെ ഹൃദയത്തിൻ്റെ രാജാതിരാജാവായി വാഴുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. 97 സങ്കീർത്തനം 2 വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: നീതിയും ന്യായവും ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാകുന്നു. ആകയാൽ നാം നമ്മുടെ ജീവിതത്തെ ഈ ദൈവത്തെ ഏൽപ്പിച്ചാൽ നമുക്ക് നീതി നടത്തിത്തരുന്ന കർത്താവ് ന്യായവും നടത്തിത്തരും എന്നതിന് സംശയമില്ല. മറ്റാരെല്ലാം നമുക്ക് നീതി നടത്തി തന്നില്ലെങ്കിലും യേശു കർത്താവ് നമുക്ക് നീതി നടത്തിത്തരും. 3 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് തീ ദൈവത്തിന് മുമ്പായി പോകുന്നു എന്നാണ്. തന്നെയുമല്ല, ചുറ്റുമുള്ള ദൈവത്തിൻ്റെ വൈരികളെ ദഹിപ്പിക്കുന്ന തീയാണത്. ഇവിടെ വൈരികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാത്താനും അവൻ്റെ സൈന്യവുമായി നമുക്ക് പരിഗണിച്ചാൽ മതിയാകും. എന്നാൽ ക്രിസ്തുവിന് മുമ്പ് വൈരികൾ എന്ന് പറഞ്ഞാൽ ദൈവത്തെ അനുസരിക്കുന്നവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുവാനായി ദൈവത്തിൻ്റെ പ്രതിയോഗിയായ സാത്താൻ്റെയും അവൻ്റെ ദൂതന്മാരുടെയും ഇഷ്ടത്തിന് പ്രവർത്തിച്ച് ദൈവജനത്തെ ദ്രോഹിക്കുന്നവരെയും ആ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. നെബൂഖദ്നേസർ രാജാവ് ബാബേൽ ചക്രവർത്തിയാണ്. അവർ നിർത്തിയിരുന്ന സ്വർണ്ണബിംബത്തെ ആരാധിക്കുവാനായി യഹോവയെ മാത്രം, അഥവാ കർത്താവായ യേശു ക്രിസ്തുവിനെ മാത്രം ആരാധിച്ചിരുന്ന, വിഗ്രഹത്തെ ആരാധിക്കുന്നത് പാപമാണെന്ന് കൽപ്പിച്ചിരുന്ന യഹോവയുടെ ദാസന്മാരായ ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവയെയും 7 ഇരട്ടി ശക്തി വർദ്ധിപ്പിച്ച തീ ചൂള കാണിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൽ നിന്നും അകറ്റുവാൻ സാത്താൻ്റെ ചില പ്രവർത്തകർ വലിയ തന്ത്രം തന്നെ നടത്തി. ആ 3 പേരും ബാലന്മാരായിരുന്നു എന്ന് ഓർക്കണം. ആ ബാലന്മാർക്ക് രാജാവും വിഗ്രഹത്തെ ആരാധിക്കുവാൻ പ്രേരിപ്പിച്ച രാജാവിൻ്റെ സേവകരും ശത്രുക്കൾ തന്നെയായിരുന്നു. രാജാവിൻ്റെ ഭീഷണി ആ ബാലന്മാർ കാര്യമാക്കിയില്ല. തന്നെയുമല്ല, രാജാവിൻ്റെ കോപമോ രാജാവിൻ്റെ ഗർജനമോ ഒന്നും സൃഷ്ടാവിൻ്റെ കൽപ്പനയായ ഒരു വിഗ്രഹത്തെയും ആരാധിക്കരുതെന്ന ന്യായപ്രമാണത്തിലെ കൽപ്പന ലംഘിക്കുവാൻ തക്കവണ്ണം ആ ബാലന്മാരെ ഭയപ്പെടുത്തിയില്ല. രാജാവിൻ്റെ മുഖത്തു നോക്കിക്കൊണ്ട് രാജാവ് പറഞ്ഞതിനേക്കാളും വർദ്ധിത വീര്യത്തിൽ ആ ബാലന്മാർ പറഞ്ഞു: നെബൂഖദ്നേസറേ, നീ നിർത്തിയ വിഗ്രഹത്തിന് മുമ്പിൽ ഞങ്ങൾ വണങ്ങുകയില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ തീയിൽ നിന്നും രക്ഷിച്ചാലും ഇല്ലെങ്കിലും നിന്റെ വിഗ്രഹത്തെ ഞങ്ങൾ വണങ്ങുകയില്ല. ക്രൂരനായ രാജാവ് ആ ബാലന്മാരെ അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നാൽ രാജാവിൻ്റെ അഗ്നി ക്ഷണനേരം കൊണ്ട് ദൈവത്തിൻ്റെ അഗ്നിയാക്കി നമ്മുടെ കർത്താവ് മാറ്റി. ദൈവത്തിന് മുമ്പായി യാത്ര ചെയ്ത തീയാണ്. ദൈവത്തിന് മുമ്പായി യാത്ര ചെയ്തിരുന്ന തീയിലാണ് 3 ബാലന്മാരും ഇപ്പോൾ ആയിരിക്കുന്നത്. എന്നാൽ ആ ബാലന്മാർക്ക് ദൈവത്തിൻ്റെ തീ അവരെ കെട്ടിയ ബന്ധനം കരിക്കുകയും അവരെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യുന്ന തീ ആയിരുന്നുവെങ്കിൽ അവരെ തീയിലേക്ക് വലിച്ചെറിഞ്ഞവർക്ക് നാശം വിതയ്ക്കുന്ന തീയായി അത് തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, ഒരു പക്ഷേ നെബൂഖദ്നേസർ രാജാവോ അവൻ്റെ പടയാളികളോ അവരുടെ അഗ്നികുണ്ഡമോ നമ്മെ ഭീഷണിപ്പെടുത്തുന്നുണ്ടാവുകയില്ല. എന്നാൽ അതിനേക്കാളും വലിയ പ്രതിസന്ധി നേരിടുന്ന ഏതെങ്കിലും വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ടോ? ഓർക്കുക, രാജാവിൻ്റെ തീ സെക്കൻഡുകൾ കൊണ്ട് ദൈവത്തിൻ്റെ തീയാക്കി മാറ്റിയവൻ നമ്മുടെ അഗ്നിശോധനയെ നിമിഷങ്ങൾ കൊണ്ട് പരമാനന്ദമാക്കി മാറ്റിത്തരുവാൻ ശക്തനാണ്. അതുകൊണ്ട് ദൈവ ഭയവും നല്ല മനസാക്ഷിയും മുറുകെ പിടിച്ചുകൊണ്ട് സൃഷ്ടാവിനെ അവൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊള്ളുക. അവൻ സകലതും നന്നായി ചെയ്യുന്നവനാണ് എന്ന് ഓർക്കുക. 97 സങ്കീർത്തനം 10 വാക്യം നമുക്കൊരു മുന്നറിയിപ്പാണ് തരുന്നത്: യഹോവയെ സ്നേഹിക്കുന്നവരെ ദോഷത്തെ വെറുപ്പിൻ, അവൻ തൻ്റെ ഭക്തന്മാരുടെ പ്രാണങ്ങളെ കാക്കുന്നു, ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് അവരെ വിടുവിക്കുന്നു. ദോഷത്തെ വെറുക്കുക എന്നാൽ പാപത്തെ വെറുക്കുക എന്ന് തന്നെയാണ് അർത്ഥം. പാപത്തിൻ്റെ പട്ടിക ബൈബിളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്കിത് മനസ്സിലാക്കുവാൻ യേശുവിൻ്റെ ആത്മാവിൻ്റെ സഹായം ആവശ്യമാണ്. നാം പാപം ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ ആത്മാവ് ദൈവവുമായി ബന്ധപ്പെടുവാൻ കഴിയാത്ത അവസ്ഥയിലായിത്തീരും. ഒരുവൻ ഏതിനോട് തോൽക്കുന്നുവോ അതിന് അടിമയായിരിക്കുന്നു. തുടക്കത്തിൽ ഏത് പാപസ്വഭാവവും ചിലന്തി വല പോലെയാണ്. ദൈവാത്മാവിൻ്റെ സഹായത്താൽ നിഷ്പ്രയാസം നമുക്ക് അതിൽ നിന്നും രക്ഷപ്പെടാം. ചിലന്തി പോലെ നമ്മെ പാപം ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്ന സ്നേഹിതരെ തൽക്കാലം ഒഴിവാക്കി നിർത്തിയാൽ മതിയാകും. എന്നാൽ ഏതു പാപവും വൈകിപ്പോയാൽ അത് നമ്മുടെ ഹാബിറ്റ് അഥവാ ശീലം ആയിത്തീരുന്നു.
അത് കയറുവല പോലെ ബലം ഉള്ളതാണ്. കാരണം അത് മാറ്റുവാൻ ശ്രമിച്ചാൽ സൈഡ് എഫക്റ്റ് നമുക്ക് ഉണ്ടാകും. ഉദാഹരണം പറഞ്ഞാൽ സിഗരറ്റ്, വെറ്റില മുറുക്ക്, മദ്യം ഈ വക ജീവിതത്തിൽ ശീലമാക്കിയവർ അത് ഉപയോഗിക്കുമ്പോൾ ശരീരം സമ്മതിക്കുകയില്ല. അത് ഉപയോഗിക്കാതിരുന്നാൽ ശരീരം സമ്മതിക്കുകയില്ല. തലകർക്കം, കൈവിറ, ശരീരം വിയർക്കുക മുതലായ പ്രതികൂലങ്ങൾ ഉണ്ടാകുന്നു. എങ്കിലും കയറ് നമുക്ക് മുറിച്ച് കളയുവാൻ കഴിയുന്നത് പോലെ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ദുശീലം മാറ്റിയെടുക്കുവാനായി ദൈവം നമ്മെ സഹായിക്കും. എന്നാൽ അത് മാറ്റുവാൻ ശ്രമിക്കാതെ നമ്മുടെ പ്രവൃത്തി തുടർന്നാൽ പാപപ്രവൃത്തികൾ ഉരുക്ക് കമ്പി പോലെ ശക്തി പ്രാപിക്കുന്നു. നാം ആ പാപങ്ങൾക്കും ദുശീലങ്ങൾക്കും അടിമയായി തീരുന്നു. നമുക്ക് തന്നെയും മറ്റാർക്കും നമ്മെ അതിൽ നിന്നും രക്ഷിക്കുവാൻ കഴിയാതെ വരുന്നു. എന്നാൽ ഉരുക്ക് കമ്പി വല പോലെ ശക്തമായ ദുശീലങ്ങളിൽ നിന്നും സകല പാപങ്ങളിൽ നിന്നും യേശുവിനെ നമ്മെ രക്ഷിക്കുവാൻ കഴിയും. നമുക്ക് ആ പാപങ്ങളിൽ നിന്നും ദുശീലങ്ങളിൽ നിന്നും രക്ഷപ്പെടണമെന്നൊരു ആഗ്രഹമുണ്ടായാൽ മാത്രം മതിയാകും. ഏത് ദുശീലത്തിൻ്റെയും പാപസ്വഭാവത്തിൻ്റെയും പിന്നിൽ സാത്താൻ്റെ സ്വാധീനം അഥവാ നിയന്ത്രണം ഉണ്ട് എന്ന് നാം ഓർക്കണം. അതിൽ നിന്നും രക്ഷപ്പെട്ട് ഓടി യേശുവിൽ അഭയം പ്രാപിക്കണം. ദൈവാത്മാവിന് മാത്രമേ നമ്മെ അതിൽ നിന്നും രക്ഷപ്പെടുത്തുവാൻ കഴിയുകയുള്ളൂ. ചില വ്യക്തികൾക്ക് നുണ പറയുന്ന സ്വഭാവമുണ്ടാകാറുണ്ട്. മറ്റുള്ളവരെ ഭയന്നിട്ടാണ് അത് പറയുന്നത്. ചില വ്യക്തികൾക്ക് മറ്റുള്ളവരോട് ഹൃദയത്തിൽ ഭാരമുണ്ടാകാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് രണ്ടുപേർക്കും അറിയുകയില്ല. അതിൻ്റെ പിന്നിലും സാത്താൻ്റെ സ്വാധീനമുണ്ടെന്ന് നാം മനസ്സിലാക്കണം. ചില വ്യക്തികൾക്ക് മറ്റുള്ളവരെ കുറ്റം പറയുന്ന സ്വഭാവമുണ്ട്. അവർക്ക് പോലും അറിയില്ല അവർ അങ്ങനെ പറയുന്നത് എന്തിനാണെന്ന്. അതിൻ്റെ പിന്നിലും സാത്താൻ്റെ സ്വാധീനമുണ്ട് എന്ന് നാം മനസ്സിലാക്കി അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് യേശുവിൽ അഭയം പ്രാപിക്കണം. നാം കേട്ടത് പാപത്തിൻ്റെ പട്ടികയിലെ ചില കാര്യങ്ങൾ മാത്രമാണ്. മത്സരം, ആഭിചാരദോഷം പോലെയും ശാഠ്യം, വിഗ്രഹാരാധനയും മിഥ്യാപൂജയും പോലെയും ആകുന്നുവെന്ന് 1 ശമൂവേൽ 15 അധ്യായം 23 വാക്യത്തിൽ അതിൻ്റെ ആദ്യ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആഭിചാരവും മന്ത്രവാദവും ദൈവം വെറുക്കുന്ന പാപമാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ വിഗ്രഹാരാധനയും ദൈവം വെറുക്കുന്ന പാപം തന്നെയാണ്. ദൈവത്തിന് ആകെ ഒരു പ്രതിമയുള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ പ്രതിമ മനുഷ്യരൂപത്തിലാണ് ഭൂമിയിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് യേശുവിൻ്റെ പ്രതിമ ഉണ്ടാക്കിയാൽ അത് ആവർത്തന പുസ്തകം 4 അധ്യായം 16 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് നിത്യനരകത്തിൽ വീഴുവാനുതകുന്ന പാപമാണ്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്രതിമ ഉണ്ടാക്കരുത് എന്ന് പുറപ്പാട് പുസ്തകം 20 അധ്യായം 4 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ലാതിരിക്കെ എങ്ങനെ ദൈവത്തിൻ്റെ പ്രതിമ ഉണ്ടാക്കും? യേശു ദൈവരൂപത്തിൽ ഇരുന്നവനാണെങ്കിലും ഭൂമിയിൽ വന്നത് മനുഷ്യരൂപത്തിലാണ്. ഈ വക പാപങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ഓടണമെങ്കിൽ സത്യം ഗ്രഹിക്കുവാനും സത്യത്തെ പിൻപറ്റുവാനും നമുക്കൊരു ആഗ്രഹമുണ്ടാകണം. നാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ വക കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അതിന് യേശുവിനോട് തന്നെ ചോദിക്കൂ. അവൻ സകലതും നന്നായി പഠിപ്പിക്കുന്ന നല്ല ടീച്ചറാണ്. നാം പാപത്തെ വെറുത്താൽ മാത്രമേ ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയൂ. അതുകൊണ്ട് പാപത്തിൻ്റെ ചില പട്ടിക ഞാനിവിടെ പ്രസ്താവിച്ചു എന്നേയുള്ളൂ. ഒരു കാര്യം എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നും വ്യക്തമാക്കാം. നാം പാപത്തെ വെറുക്കുന്നുവെങ്കിൽ മാത്രമേ ദൈവവചനം അനുസരിക്കുവാൻ നമുക്ക് കഴിയൂ. നാം ദൈവവചനം അനുസരിച്ചാൽ നിശ്ചയമായും നമ്മുടെ പ്രാണനെ കർത്താവ് നരകത്തിയിൽ നിന്നും രക്ഷിക്കും. സാത്താൻ്റെ സകല കെണികളിൽ നിന്നും കർത്താവ് നമ്മെ വിടുവിക്കും. ആകയാൽ യേശുവിനെ നമ്മുടെ ഹൃദയത്തിൻ്റെ നിയന്ത്രണം വിട്ടുകൊടുത്ത് പാപത്തെ വെറുക്കാം. യേശു നമ്മെ ലക്ഷ്യത്തിലെത്തിക്കുവാൻ ശക്തനാണ്. ആ യേശുവിൽ തന്നെ നമുക്ക് ആശ്രയിക്കുകയും യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്തുകൊണ്ട് നിത്യജീവന് അവകാശികളായി തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ സമാധാനമില്ലാതെ ആയിരിക്കുന്നെങ്കിൽ അങ്ങ് അവർക്ക് സമാധാനം കൊടുക്കണമേ. വാർദ്ധക്യത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പ്രത്യാശ കൊടുക്കണമേ. വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങളിൽ നിന്ന് അവർ രക്ഷിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.